ആധുനികവൽക്കരണത്തിൻ്റെ പിന്നാലെ കുതിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ചമ്പക്കര നമുക്കേവർക്കും പരിചിതമായ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യവ്യാപാരത്തിന് കേൾവി കേട്ട സ്ഥലമാണ് ചമ്പക്കര. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വൈവിധ്യമുള്ള മത്സ്യങ്ങൾ ഇവിടെ കച്ചവടത്തിനായി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മിതമായ വിലയ്ക്ക് മത്സ്യം. ചമ്പക്കര മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 100 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള മാർക്കറ്റാണ്. ഇവിടെ കടുത്ത് കിടങ്ങിയാണ് ആൾക്കാർ അങ്ങാടും ഇങ്ങോട്ടും ഗതാഗതം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ മീൻ കൊണ്ടുവന്നത് കടപ്പുറത്ത് പോയി വഞ്ചിക്ക് പോയി കൊണ്ടുകൊണ്ട് വന്നാണ് മാർക്കറ്റിൽ സെയിൽസ് ചെയ്യുന്നത്. അന്ന് ഇത്രയും ആളുകളൊന്നുമില്ല. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയാണ് പോയി മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അതിന് ശേഷം ധാരാളം വണ്ടികളായി. ഇപ്പോൾ 51 അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മത്സ്യങ്ങൾ കൂടുതൽ വരുന്നത്. കാളവണ്ടിക്കാണ് കിഴക്കൻ പ്രദേശത്ത് നിന്ന് കപ്പ, ചക്ക, മാങ്ങയൊക്കെ കൊണ്ടുവരുന്നത്. അതിവിടെ മൊത്തമായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അന്ന് തൂക്കണ സമ്പ്രദായമൊന്നുമില്ല, എണ്ണത്തിന് വാരി കൊടുക്കുകയായിരുന്നു. കപ്പകളും ഇതൊക്കെ ഒരു കണക്ക്, ഒരു മണ്ണനുസരിച്ചെന്നുള്ള രീതിയിൽ തൂക്കാനുള്ള ഇടാറുണ്ട്. പിന്നെ ആ പഴയ തട്ടി ഗ്ലാസ്സും ഉണ്ടായിരുന്നത് ചില കടകളിൽ മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ അത് കാളവണ്ടിക്ക് വണ്ടിപ്പേട്ടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വല്ലക്കൊട്ടയിൽ പിടിച്ച് ഇവിടെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് വിട്ടു. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി വന്നിട്ട് വേണം മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടി. അന്ന് അമ്പലം ഇതേപോലെ ഒന്നുമില്ല, അമ്പലം ഇങ്ങനെ മൂടി ഇതായിട്ട് കിടക്കണ്ടായിരുന്നു. അങ്ങനെയാണ് പച്ചക്കറികളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഒരു പ്രധാന കച്ചവട കേന്ദ്രമായി വികസിക്കുവാൻ അവിടുത്തെ പുഴ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വികസനത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പൂർണി എന്ന് വിളിക്കപ്പെട്ട ചമ്പക്കര പുഴയെ വേദനിപ്പിച്ചിരുന്നു. ഇന്ന് മാർക്കറ്റിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും മറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകളും കൊണ്ട് ആ പുഴയെ ഗ്രാമവാസികൾ തന്നെ ഇല്ലാതാക്കുകയാണ്. അതിനെ സംരക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പഴയ കാലത്ത് ഇത് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ പലചരക്ക് സാധനങ്ങളും പല വ്യഞ്ജനങ്ങളും വിറകുകളും പിന്നെ കടൽ ഭിത്തി കെട്ടാനുള്ള കല്ലുകളും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് ഈ വ്യാപാര സമുച്ചയത്തിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇത് പൂർണ്ണത്രേശ്യൻ്റെ പരിസരത്തുള്ള ഒരു നദിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പൂർണി നദി ഇതിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്നതും വ്യാപാര സമുച്ചയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ്. ഈ പുഴയിലൂടെയാണ് പഴയ കാലത്ത് വ്യാപാരികൾ സാധനങ്ങളെ കയറ്റി ഇറക്കുന്നതെല്ലാം ചെയ്തിരുന്നത്. വള്ളങ്ങളിലും കാളവണ്ടികളിലുമായി വ്യാപാരം നടത്തിയിരുന്ന ആ ചമ്പക്കര ഇന്ന് വികസനത്തിൻ്റെ ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് പോലും മത്സ്യ വിഭവങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. മെട്രോ റെയിൽ, വാട്ടർ മെട്രോ എന്നീ വികസനങ്ങൾ വന്നതിലൂടെ ആ പഴയ ചമ്പക്കര ഗ്രാമം ഇന്ന് ഒരു നഗരം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.